ഹായ്, ഇത് നമ്മൾ കുമ്പക്കര വെള്ളഗവി കൊടൈക്കനാൽ ട്രക്കിനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 8 മണിക്കാണ് ഇവിടെ ടൈം. ഇപ്പോൾ ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് ഈ വാട്ടർഫാൾ എല്ലാം ക്ലോസ് ആണ്. അതുകൊണ്ട് കഴിക്കാനൊന്നും ഒരു സാധനമില്ല. നമ്മൾ ഉണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് പെട്ടുപോയി. ഇപ്പോൾ കഴിക്കാനുള്ളവരൊക്കെ പെരിയാക്കുളം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടോ അല്ലെങ്കിൽ പാഴ്സലായിട്ടോ മേടിച്ചിട്ട് വരേണ്ടതാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ചായയും കടിയൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താവുമുണ്ടോ നോക്കാം. ഇതൊക്കെ ട്രക്കിങ്ങിന് പോകാൻ വന്നിരിക്കുന്ന അണ്ണന്മാരാണ്. അവർ 4 പേരുണ്ട്. രാവിലെ 7 മണിക്ക് തന്നെ അവർ അവിടെ വന്നിരിക്കുക. നമ്മളെ ചെക്കിംഗ് പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. കാടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആർട്ട് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആൾക്കാർ വളരെ ലേറ്റ് ആയതുകൊണ്ട് ആദ്യം തന്നെ ഒരു ചെറിയ ഗ്രൂപ്പിന് ഒരു പാസ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആദ്യം ഇവിടെ 7 പേരുണ്ടായിരുന്നു. 7 പേരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അവിടെ നിന്നൊരു ഗ്രൂപ്പ് വന്നത്. ഒരു 10-33 പേര്, ഏകദേശം 40 പേരായി ഇപ്പോഴൊരു വൈബായത്. അപ്പം നമ്മുടെ കൂടെ ഈറോഡ് ഗ്രൂപ്പുണ്ട്, പിന്നെ ചെന്നൈ ഗ്രൂപ്പ്. ഇവിടെ നമുക്ക് ട്രക്ക് തമിഴ്നാടുവിൻ്റെ ഒരു ക്യാപ്പെല്ലാം തരും. ക്യാപ്പ് മാത്രമേ കിട്ടിയുള്ളൂ, വേറൊന്നും കിട്ടിയിരുന്നില്ല. ആദ്യമായിട്ട് ട്രക്കിങ്ങിന് വരുന്ന 2 ചേട്ടന്മാരില്ല, ആദ്യമായിട്ട് ട്രക്കിങ്ങിന് വരുന്ന ഫസ്റ്റ് ടൈം. അതെ, என்ன எழுதியிருக்கு படி? மூலிகை வனம். மூலிகை வனம்னா மூலிகை வனம் கும்பக்கரை அருவி. ஓஹோ, அப்படியா? ഇതാണ് കുമ്പക്കര വാട്ടർഫാൾ. ബട്ട് ഇങ്ങനെ തണ്ണിയേ ഇല്ല. ഇവിടെ ഒരു വെള്ളമില്ല കേട്ടോ, ഒന്നുമില്ല. ഇതിങ്ങനെ കാലിയായിട്ട് കിടക്കുക. അതുകൊണ്ട് ഇവിടെ രാവിലെ ഫുഡൊന്നും ഇല്ലാത്ത. എന്ന് വെച്ചാൽ ഇവിടെ ആള് വരാത്തോണ്ട് ഇവിടെ കടകളൊന്നുമില്ല. ആകെ ഇവിടെ ഉള്ള വെള്ളം ഇത് മാത്രമാണ്. അത് പന്ന വെള്ളമാണ് കേട്ടോ. അവിടെ കെട്ടിക്കിടക്കുക. ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. ആണത് എന്ത് സ്വാമിയാണോ? മുരുകൻ താനെ. ആ, വേലല്ലേ ഇருக்கு. അണ്ണന്മാരവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗണപതി ഭഗവാനെ കാണാം. ഇവിടെ வந்து எத்தனை 25 க்ஷேத்திரங்கள் இருக்காண்ணா இங்கே? இங்கே கோயில் எவ்வளவு இருக்கு? 25 கோயில் இருக்கு. 25 இருக்கு. ஆமா, 25 பார்க்க முடியுமா? பார்க்கலாம், முன்னாடி உள்ளதா இருக்கு. ஆ, மேல பாருங்க. சரி, 25 பார்க்கணும். നമ്മുടെ ഒരു ആശയം, ഒരാഗ്രഹമാണ് 25 കാണുന്നത്. അണ്ണാ, മുകളിൽ നിന്ന് വരുതാ? ഏന ഇത് ഇருக்கு? ഏലക്കായ. അണ്ണാ മുകളിൽ നിന്ന് ഏലക്കായ്ക്ക് കുറച്ചുകൂടി താഴേക്ക് പോവാ. ഇല്ല, അവിടെ നിന്ന് ചെക്ക് പണി വിട്ടതും അവരുടെ വില മുടിഞ്ഞിരിക്കും. செக் பண்ண முடியல. அந்த ஃபார்ம் எடுத்து வாங்குறாங்க அவங்க. ஃபார்ம் வாங்கிட்டு போட்டோ எடுத்தா முடிஞ்சு வச்சாங்க. இனி உங்களோட பொறுப்பு தான். அப்புறம் நீங்க பொறுப்பு தான். என் பொறுப்பு ஊர் வரைக்கும். ஊர்ல உங்களை விட்டுட்டு நான் அப்படி கிளம்பிட்டேன். அங்கிருந்து வேற எடுக்குவாங்க நாளைக்கு காலையில. சரி சரி. அப்புறம் வட்டக்காலுக்கு போனோங்க. எல்லாத்தையும் கேட்டு விட்டு நீங்க ஓடி போயிடுங்க ஃப்ரீயா. 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞു. ഇപ്പൊ എவ்வளவு കിലോമീറ്റർ ആയിരിക്കണം? ഇപ്പൊ ഒന്ന് വന്നിരിക്കും. ഉള്ള 2.5 കിലോമീറ്റർ. 2 കിലോമീറ്റർ அந்த ஆட்டு போன 2 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ அந்த പാത പിരിഞ്ഞിടുവേ. ஆமா, 2 കിലോമീറ്റർ அந்த பாதை பிரியும். അല്ല, അത് അപ്പൊ ഒരു പാത എങ്ങോട്ട് പോകും? ഒരു പാത தோப்புக்கு போகும். தோட்டத்துக்கா? ஆமா. அங்க யாரு வேலை பாக்குறது? இந்த சம்பளம் அவக்கிடு இங்க இருக்கா? ஆமா, இங்க இருக்குல்ல. இங்க வாங்க முடியல. இங்க இப்ப காய் இப்ப சீசன் இல்ல. இப்ப பூரா பிஞ்சா இருக்கு. ஒரு ஆகஸ்ட் மாசம்னா எல்லாம் ரெடி ஆயிடும். ஆமா.
ஆகஸ்ட் மாதம் ரெடி ஆகிடும். அப்போ வந்து வாங்கிட்டு போகலாம். அப்போ வாங்கிக்கலாம். இல்லைன்னா அது கீழே போய் சேல் பண்ணுமா? கீழே போய் கொடைக்கானல் போவோம். கொடைக்கானல். அப்போ இது ஏலக்காய் எங்கே கொண்டு போகுது? இது போடி. ஆ அங்கே மார்க்கெட்டிங் அங்கே தானே. அங்கே சேல் பண்ணுவோம் இல்லையா? அப்புறம் அண்ணாந்த கதை கேட்டு கேட்டு கேட்டுக்கினே போவோம். காது கேட்டு கதை அப்போ இങ്ങനെ போர் அடிக்குது. போர் அடிக்காது. அப்போ நடந்து போகிறதுக்கு ஒரு எனர்ஜி இருக்கு. எனர்ஜி இருக்கு. அப்போ ஏன் எனர்ஜி போயிருமே? உங்கள்கிட்ட எனர்ஜி போயிடும் பேசி பேசி. நமக்கு ஜஸ்ட் கேட்டுட்டு அண்ணா அப்படின்னு இடைக்கிடைக்கு ஒரு கேள்வி கேட்டால் போதும். ஆனால் நிறைய சொல்ல வேண்டி இருக்கு. அதனால எனர்ஜி லாஸ் ஆகும். அவனை கிடைச்சு அவன் கிடைச்சு ஆனா கண்டுபிடிச்சாச்சு. ഇങ്ങ രണ്ടായിട്ട് പിരിയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ഒരാൾ വഴിതെറ്റി പോയതാ. ഒരാൾ റൈറ്റ് കയറിപ്പോയി. ആളെ കാണാനായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക അവിടെ. ഇവിടെ ഇങ്ങനെ പല കളറിലുള്ള പൂക്കളൊക്കെ കാണുന്നുണ്ട്. പകുതി ആയിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് ലേറ്റായി. ഒരുത്തനെ ഒരു 1.5 കിലോമീറ്റർ വന്നിട്ട് തിരിച്ചു പോയി. അവിടെ എൻ്റെ മൊബൈൽ മറന്നു വെച്ച് നിന്നിട്ട് തിരിച്ചു പോയി. അങ്ങനെ കുറച്ച് ലേറ്റായി. പലരും പല വഴിക്കായി. ഇനി എവിടെയെങ്കിലും പോയി വെയിറ്റ് ചെയ്യണം. എല്ലാവരും ഒരുമിച്ചാവണമെങ്കിൽ. ഗൈഡൊക്കെ എവിടെ പോയാന്തോ കണ്ടതേ ഇല്ല. ഇതേപോലെ ചെറിയ പ്രതീക്ഷകളുണ്ടാകും ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ മണി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് മണി കടിച്ചിട്ട് പോകാം. കാരണം ക്ഷീണിച്ച് വന്ന് പഴം കഴിച്ചിട്ടുണ്ട്. പകുതിയായിട്ടുണ്ടാണ്. പകുതിയായോ? ഹാഫായോ? വന്നിരിച്ചോ 4 കിലോമീറ്റർ? ഓക്കെ, 4 കിലോമീറ്റർ വന്ന് എല്ലാവരും റെസ്റ്റ് എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏരിയ വന്നിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകണം. ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറയുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അടുത്ത മല കയറണം. ഇവിടെ വന്നപ്പോൾ നല്ല ചക്കയുടെ മണമാണ്. ഈ ചെറിയ ചക്ക പഴുത്ത് കൊണ്ട് തേനുണ്ട. ഇവിടെ ചക്ക പഴുത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് വെള്ളം കിട്ടിയ സ്ഥലത്ത് നിന്നിരിക്കുക. ആണ് ഇതിനകത്തേക്ക് വെള്ളം വരുന്നത്. ഒരു തുള്ളി വെള്ളമേ ഉള്ളൂ. ഇതിൽ കൂടെ എങ്ങനെ എടുക്കണം വെള്ളം? ഇവിടെ തേനിൻ്റെ എതിരിപ്പുണ്ട്. വലിയ തേൻ തുമ്പി. ഇത് കൂട് വെച്ച് ഇങ്ങനെ ഇരിക്കുക. ஏதாவது எமர்ஜென்சி கேஸ்னா என்ன பண்ணுவேன்? பல்லாக்குமா கட்டி உள்ள படுக்க வச்சுட்டுவாங்க. தூக்கிட்டு போகும். நம்ம தொட்டி மாதிரி கட்டி அதுக்குள்ள படுக்க வச்சிருவாங்க. படுக்க வச்சு அப்படி கேட்ட கட்டிட்டு அசைய விடாம கொண்டு வந்துருவாங்க. ஓ அப்படியா? ரொம்ப ரிஸ்க் தான்ல. ரொம்ப கஷ்டம் தான். ஏன் இங்கே ரோடு வராதோ? தமிழ்நாடு கவர்மெண்ட்ல பணம் இல்லையா? இது இந்த ஃபண்ட் இல்லையா? இந்த ரோடு. ஆமா. சரி. அது இப்போ என்ன பண்ண முடியும்? புதிய ஆட்சியெல்லாம் வந்திருக்கு. ஒன்று கூடி அப்ளை பண்ணி பாரு. அந்த ஆட்சிக்கு ஃபண்டெல்லாம் வந்திருக்கேன். റോഡ് കെട്ടണമെന്ന് പറയുമ്പോൾ സർക്കാർ പൈസ ഇല്ലയെന്ന് പറയുക. എന്ത് ചെയ്യാനാ? வெள்ளகிரி கிராமம் உங்களை அன்போடு வர வைக்கிறேன் அப்படின்னு தான் இங்கே எழுதி வச்சு. 400 வருட பழமையான கிராமத்துக்கு நம்ம இப்போ வந்துட்டோம். നമ്മൾ വെള്ളഗവി ഗ്രാമത്തിലേക്ക് വന്നേക്കാണ്. ഇവിടെ വന്ന് ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ ചെരുപ്പ് ഊരിയിടണം. ഇവിടെ വനദേവതയും ഭൂമിദേവിയൊക്കെ ദൈവമായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഗ്രാമത്തിലേക്ക് ഭൂമിദേവിയുടെ വനദേവതയുടെ അനുഗ്രഹമുള്ള അവരുടെ ഗ്രാമത്തിലേക്ക് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഷൂ എല്ലാം ഊരിയിട്ടിട്ട് വേണം കയറാൻ.
ഓക്കെ. ഞാൻ ഇവിടെ ഷൂ ഇരട്ടെ. കയറുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ ഇരിപ്പുണ്ട്. ഹായ്, പിടിച്ചോ? பாருங்க കുറേ കുടവായിട്ടൊക്കെ പോകണുണ്ടോ? താഴെ എവിടെയും ആണ്ട് വെള്ളമുണ്ട്. അപ്പം അതെടുക്കാനായിട്ട് പോകാമെന്ന് തോന്നുന്നു. ഹായ്, പേരെന്താ? നല്ല പേര്. നല്ല കളറിങ് ഉള്ള വീടുകളൊക്കെയാണ്. ഓക്കെ, സെറ്റായിട്ട് വെച്ചേക്കെ. ஒரிஜினல் காஃபி. ഒറിജിനൽ കോഫി അത്. அப்போ பழம் எடுத்து விதை எடுத்து அப்போ அப்படியே காய போட்டு. ഒറിജിനൽ കാപ്പിയാ അത്. ഒറിജിനൽ കാപ്പി അത്. ഇത് ഇങ്ങേന്ന് പറിച്ചെടുക്കുന്നതാ. ஆமா. ആണ് ഇങ്ങേന്ന് പറിച്ചെടുത്ത് ஆர்கானிக். ഇവിടെ കല്ലിൽ വെച്ച് ഇടിച്ച് நோ மிக்ஸாடு. പൊടിയാക്കി ഇത് വെളിയിൽ കൊടുക്കുമ്പോൾ അതെങ്കിൽ യൂസ് பண்ணுமா? நாங்க வெளியே கொடுப்போம். நாங்க சொந்த யூஸ் வச்சுக்கிடுவோம். ആ சொந்த யூஸ். ശരി, നമുക്ക് കിടക്കും അത്. வாங்கிக்கோங்க. ആ ശരി, ഞാൻ പോകുമ്പോൾ വാങ്ങിக்கிறேன். അധികം വേണ്ട, கொஞ்சம் വാങ്ങിக்கிறேன். ഇവിടെ എല്ലാം അവക്കോട പിടിച്ചെടുക്കുന്നുണ്ട്. അവക്കോട ഉണ്ടോ? പക്ഷെ ഇത് പാകമായിട്ടില്ല. ഇത് ഒരെണ്ണം 1 കിലോയൊക്കെ ആവുമെന്നാണ് ഇവർ പറയുന്നത്. കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടികളൊക്കെ വന്നിരുന്ന് കളിക്കുന്നുണ്ട് ഇവിടെ പുറത്ത്. നീണ്ട ഒരു കുതിര വെള്ളം എടുക്കാൻ പോകാനായിട്ട് ക്യാൻ കെട്ടി വെച്ചേക്കെ. ഞാൻ മുകളിലോട്ടാണ് പോയത്. ഞാൻ ഈഗിൾ നെസ്റ്റാണ് ക്യാമ്പ് എടുത്തപ്പോൾ അത് താഴേക്ക് വരാൻ പറഞ്ഞിട്ട്. വെള്ളം എടുക്കാൻ പോലുള്ള കുതിര റെഡി ആയിട്ടിരിക്കുകയാണ്. അടിക്കും എൻ്റെ ബാക്ക് കൂടെ പോയാൽ ഒന്നും വേണ്ട. അപ്പോൾ തന്നെ നല്ലൊരു കിടിലൻ കോഫി കിട്ടി. ഇവിടുത്തെ സ്വന്തം കാപ്പിപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കണം അടിപൊളി കോഫി. ഇവിടെ വന്നോടനെ എല്ലാവരും ചോറ് കഴിക്കാനുള്ള പരിപാടികളാണ്. ചോറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ ചോറ്, പപ്പടം, കറി. നമുക്ക് കഴിച്ചിട്ട് നോക്കാം. ഇവിടെ ഒന്ന് കുറച്ച് ഒരു റെസ്റ്റ് എടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഈ വില്ലേജിനകത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെ നോക്കാം. കളർഫുള്ളാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കളറിങ്. അവിടെ ഒരു അമ്മമ്മ ഇരിപ്പുണ്ട്. ഇല്ലാത്ത കളറൊന്നും ഇല്ല കേട്ടോ, എല്ലാ കളറും ഉണ്ട് ഇവിടെ. എസ്.കെ. കറുപ്പണ്ണൻ മണ്ണാടിയാർ ഇല്ലം. ഇതാണ് ഇവിടുത്തെ തലവരുടെ വീടാണിത്. ഇവിടുത്തെ അധികാരി എന്നൊക്കെ പറയത്തില്ലേ, പുള്ളിയുടെ വീടാണിത്. அங்கே இது இருக்கு வீடா? அது அங்க வீடு இருக்கும். ஒரு வீடு தான் இருக்கா? வீடு நிறைய இருக்கு. நிறைய இருக்கா? இந்த வழி தான் போகணுமா? ஹாய், வா, டாடா. അവിടെ ഒരു വെള്ളക്കുതിര നിൽക്കുന്നുണ്ട്. കണ്ടോ, ഒരു വെള്ളക്കുതിര. ഹായ്, കടിക്കാതറാ. എന്നെ ചാടി കടിച്ചോണ്ടിരിക്കുന്നു. ഒന്നും ചെയ്യുന്നില്ല. അവൻ ഭീകരനാ കേട്ടോ. എന്റെ കൊച്ചുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ എന്നെ ചാടി എൻ്റെ മുകളിൽ കയറുക. ഇത് ആരതാ? ഉങ്ങളെ யார் இது?
കൊടൈക്കനാലിൽ നിന്ന് വന്നതാ? യാർക്കൂടെ വന്നേ? ശരിയാതോ? നല്ല രസമുള്ള വീടാ കേട്ടോ. ഒരു കാണാൻ നല്ല ഭംഗിയാ അവിടെ. ഞാൻ കുറച്ച് കാപ്പി പൊടി ചോദിച്ചായിരുന്നു. ഇവിടെ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? വന്നപ്പം ഇടിച്ചു പൊടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് കാപ്പിപ്പൊടി ചോദിച്ചായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഇവിടെ നിൽക്കുക. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ഉള്ള ഗ്രൂപ്പ് അത് വരുന്നതേ ഉള്ളൂ. ഇപ്പം കുറച്ച് ഡിലേ ആയെന്ന് തോന്നുന്നു. പണ്ണത് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം. ഓക്കെ ആണോ? മൊത്തത്തിൽ ഇതിനകത്ത് 25 അമ്പലം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു അമ്പലമാണ് ഇതിനകത്ത്. എവിടെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ വയ്യ. കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ചെറുതായിട്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ചെറിയൊരു കളിസ്ഥലമുണ്ട് ഇവിടെ. അതുകൊണ്ട് ഈ സമയത്ത് ആരുമില്ല, വൈകിട്ടൊക്കെ വരുമായിരിക്കും. ഈ സൈഡ് ഇവിടെ വരെ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഓൾഡ് കൊടൈ ക്യാമ്പ് സൈറ്റാണ്. നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ക്ഷേത്രമാണിത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രം. ഇതാണ്. 40 പേരോളം ഉണ്ട്. മലയാളിയായിട്ട് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞാനൊക്കെ ആദ്യം വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ആൾക്കാർ ഇപ്പോൾ വന്നേ ഉള്ളൂ. അവർ കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ നേരെ ക്യാമ്പ് സൈറ്റിലേക്ക്. ഇവിടെ കുറേ ഈച്ചയുണ്ട് കേട്ടോ. കണ്ണിലും മൂക്കിലൊക്കെ കയറി പോവുക. അതുപോലെ വരുന്ന വഴിക്ക് ഇങ്ങനെ വല കെട്ടിയിരുന്നിട്ടേ അതിനകത്ത് കുറച്ച് പുഴുക്കളാണ്. നമ്മൾ അറിയാണ്ട് വന്ന് അതിനകത്ത് കയറിയിട്ട് പുഴുവൊക്കെ മുകളിലോട്ട് വീഴുക. നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിലേക്ക്. ഇവിടെ ടെൻറ്റ് ഉണ്ട്. ഒരു 20 മിനിറ്റ് നടക്കണമെന്ന് പറഞ്ഞേ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് പോകുമ്പോൾ ചെരുപ്പിടാൻ പോകുന്നു. ചോദിച്ചൊന്നുമില്ല. ഏതായാലും ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. അതൊക്കെ അഴിച്ച് ബാഗിൽ വെച്ച് ഇനി പിന്നെ നോക്കാം. ഇത് ടാങ്കാണ്. മലയിൽ നിന്നുള്ള വെള്ളം ഇതിനകത്ത് ശേഖരിച്ച് വെച്ചിട്ട് ഇത് ഇവിടെ നിന്ന് താഴേക്ക് സപ്ലൈ ചെയ്യും പൈപ്പിട്ട്. അതാണ് പരിപാടി. എന്തേലും ചെയ്യുന്നുണ്ടോ? മാറി നാളെ ഇടിച്ച താഴെ കുഴി പോയി വീഴുകയും ചെയ്യും. ഒന്നും ചെയ്തില്ല കേട്ടോ. ഓടി താഴേക്ക് പോവുക. അങ്ങനെ നമ്മൾ നടന്ന് ഈഗിൾ നെസ്റ്റിൻ്റെ ക്യാമ്പ് സൈറ്റിലെത്തി. ഇവിടെയാണ് ടെൻ്റ് അക്കോമഡേഷൻ വരുന്നത്. ഇത് മറ്റൊരു ചെറിയ കിച്ചൻ്റെ പരിപാടിയാണ്. ഇനി ഇങ്ങോട്ടെല്ലാം ടെൻ്റാണ്. ഇങ്ങോട്ടെല്ലാം ടെൻ്റ് അടിച്ചേക്കെ. ഇതൊരു തട്ടായിട്ട് ഇങ്ങനെ താഴേക്കുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂസാണ് കേട്ടോ. നല്ല വ്യൂസൊക്കെ ഉണ്ട്. ഇവിടെ ചോറ് കഴിക്കാനുള്ള പാത്രം, അങ്ങനെയുള്ള സെറ്റപ്പാണ്. ഇതൊക്കെ ഇരിക്കാനുള്ളൊരു പരിപാടിയുള്ള. ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. കയറി നിൽക്കാനും ഉള്ള പരിപാടിയാണ്. താഴെയോട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. സംഭവം ഒരു 20 മിനിറ്റ് നടന്നു കയറാനുണ്ടെങ്കിലും
ഇവിടെ നല്ല ഉഗ്രം വ്യൂവാ. താഴെ ഉണ്ടോ അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, അവിടെ പോയി ഇരിക്കാം. അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ആ ഈഗിള്, തടി കൊണ്ടുണ്ടാക്കിയ ഈഗിളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാം. മുകളിലേക്ക് നമുക്ക് കയറി പോകാം കേട്ടോ. തടിയാണ്, പഴയ തടിയൊക്കെ ഒരു കുലുങ്ങുന്നൊക്കെ ഉണ്ട്. സംഭവം ആണിയൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. പേടിയുള്ളവർ കയറാതിരിക്കുന്ന നല്ലത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമ്പ് കാണാൻ പറ്റുന്നു. ചെറിയ കോട അങ്ങനെ മുകളിൽ വരുന്നുണ്ട്. വൈകുന്നേരം ആയല്ലോ, അതിൻ്റെ തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ വെള്ളഗവി ഗ്രാമത്തിൻ്റെ വ്യൂ ഇങ്ങനെ കിട്ടും നമുക്ക്. രാവിലെ എഴുന്നേറ്റ് സൺറൈസ് കാണാനുള്ള പരിപാടിയാണ്. രാവിലെ നമ്മൾ റെഡിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു കിലോമീറ്റർ മല കയറണമെന്ന് തോന്നുന്നത് മുകളിലെത്താനായിട്ട്. മുകളിലെത്തിയപ്പം ഇതൊക്കെയാണ് സ്ഥിതി. ഇവിടെ നിന്ന് നമുക്ക് വെള്ളഗവി കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ് സൂര്യൻ ഉദിച്ചു വന്നതും ചെറിയൊരു ചാറ്റൽ മഴ അങ്ങോട്ട് പെയ്തു. അതോടുകൂടി ചെറിയൊരു കോട വന്ന് ഫുള്ള് സൺറൈസ് പോയി, കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ താഴെ ക്യാമ്പിലേക്ക് തിരിച്ചിറങ്ങി പോവുക. ഇത് ക്യാമ്പിലൊക്കെ ഇരിക്കുന്ന റോസാ ചെടികൾ, നാരങ്ങയുണ്ട് ഇവിടെ. ചെറിയ നാരങ്ങ ഇങ്ങനെ പഴുത്ത് കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറും ഇഡ്ഡലിയും ചട്നിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി. നമ്മളും കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കുക. അപ്പം നമ്മൾ രാവിലെ ക്യാമ്പിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. സൺറൈസ് കാണാൻ അതിൻ്റെ മുകളിലേക്ക് പോയി. പക്ഷേ 7 മണി വരെ വന്നു. കറക്റ്റ് സൺറൈസ് വരുന്നതിന് കുറച്ച് മുന്നേ ഒരു മഴ പെയ്തു, ചെറിയ മഴ. അതോടുകൂടി ആ വ്യൂ പോയി. ഇവിടുന്ന് ഇനി ഒരു 6 കിലോമീറ്റർ നമുക്ക് കറങ്ങി പോകണം. കുറച്ച് ഗ്രൂപ്പ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഗ്രൂപ്പ് അവിടെ റെഡി ആവുന്നേ ഉള്ളൂ വരാനായിട്ട്. അപ്പോൾ ഞാൻ പയ്യെ അങ്ങനെ ഇറങ്ങി. പയ്യെ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നടന്ന് പോവാം പറ്റ. ഭയങ്കര ഈച്ച ശല്യമാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഈ കുതിരയെ കെട്ടിയിട്ടേ, കുതിര അപ്പിയിട്ട് വെച്ചിട്ട് ഭയങ്കര ഈച്ച. വാ തുറന്നു കഴിഞ്ഞാൽ വായിലൊക്കെ കയറി പോകില്ല. ക്യാമ്പ് വിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠയാണ്. അങ്ങനെ നമ്മൾ നേരെ വെള്ളഗവിയിൽ നിന്ന് വട്ടക്കനാല് വന്നേക്കാണ്. ഇവിടെ നമുക്ക് കൊടൈക്കനാൽ പോകണം. വെള്ളഗവി നമ്മൾ നേരെ വന്ന് കയറുന്നത് ഈ ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിന്റിലേക്കാണ്. ഈ കാണുന്ന ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിന്റ് രാവിലെ ക്യാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ഇവിടെ നേരെ ഇവിടെ റീച്ച് ആവറായി. ഡോൾഫിൻ വ്യൂ പോയിന്റിൽ വന്ന് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള വഴിയാണത്. ഇവിടെ ചെറുതായിട്ട് പണിയങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഈ ഡോൾഫിൻ പോയിന്റ് വരെയുള്ള ഗതാഗതത്തിൻ്റെ പണിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ജീപ്പ് വരാനുള്ള പരിപാടിയായിരിക്കും. ഇതെനിക്ക് മുന്നേ വന്ന അണ്ണമര.
ഇവിടെ ചെറിയ കടയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ചായ കുടിച്ചോണ്ടിരിക്കും. ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് വെള്ളഗവിയിൽ നിന്നൊരു കുതിര ലോഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ലോഡുമായിട്ട് വന്ന് ഇവിടെ നിൽക്കുക. പയ്യനും മൊബൈലിൽ റേഞ്ച് വന്ന ഉടനെ അവൻ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക. എടാ ഇത് വെള്ളഗവിയിൽ നിന്ന് വരുന്നില്ലടാ, വെള്ളഗവിയിൽ നിന്ന് വന്നതല്ലേ? നീ എപ്പോ തിരുമ്പി പോവും? എന്നാ ഇതില് കമ്പിളിയാ? വെള്ളമൊക്കെ കുടിച്ചിങ്ങോട്ട് ഇറങ്ങിയതും ചെറിയൊരു ചാറ്റമഴ പെയ്തതാണ്. ഫുള്ള് കോട കയറി. നല്ല സെറ്റായിട്ടുണ്ട് കാണാനായിട്ട്. നമുക്ക് വെള്ളഗവി പോകാനായിട്ട് 2 വഴിയുണ്ട്. ട്രെയിനിൽ പോകുന്നവർക്ക് ഡിൻഡുഗൽ ഇറങ്ങിയിട്ട് ബസ്സിന് കയറിയിട്ട് പെരിയാക്കുളം ഇറങ്ങി കുമ്പക്കരയ്ക്ക് ബസ്സിന് പോവാം. ഇല്ലാത്തവർക്ക് ഞാൻ ബസ്സിനാണ് പോയത്. ഞാൻ കുമളി ഇറങ്ങി, കുമളിയിൽ നിന്ന് തേനിയിൽ നിന്ന് പെരിയാക്കുളം ടു കുമ്പക്കര, അങ്ങനെയാണ് ഞാൻ പോയത്. ഫുള്ള് ബസ്സിലാണ് ട്രാവൽ ചെയ്തത്. ഇവിടെ പെരിയാക്കുളം വരുമ്പോൾ ഇതുപോലെ നല്ല ടീ ഒക്കെ ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ടീ ഒക്കെ ഉണ്ട്. അതൊക്കെ കുടിച്ച് സെറ്റായിട്ട് പോകാൻ പറ്റുന്നതാണ്. ബസ്സിലൊന്നും ആരുമില്ല. കുമ്പക്കരയ്ക്ക് പോണ ബസ്സിൽ ആരും വളരെ വലുതായിട്ട് ആളൊന്നുമില്ല, 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം സീസൺ അല്ലാത്തതുകൊണ്ട് ആളെല്ലാം ഒഴിഞ്ഞ് കിടക്കുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.